ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ പി എസിൻ്റെ കാൽക്കുലേഷനാണ്, ബേസിക് ഇ പി എസിൻ്റെ കാൽക്കുലേഷൻ. അതിൽ ഇന്നലെ എഫക്റ്റ് ഓൺ ഇ പി എസ് ഓഫ് ചേഞ്ചസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വന്നാൽ മീൻസ് അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്താൽ അല്ലെങ്കിൽ കമ്പനി ബൈബാക്ക് നടത്തിയാൽ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അങ്ങനെയാണല്ലോ മാറ്റം ഉണ്ടാവുക. അതിൻ്റെ ബേസിൽ ഇ പി എസിൽ മാറ്റം ഉണ്ടാകുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് കമ്പനി കഴിഞ്ഞ വർഷം 2019 അഡീഷണൽ ആയിട്ട് ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. സോ ആ സമയത്ത് എന്തുണ്ടായിരുന്നു, 4.1 കമ്പനീൻ്റെ ഇ പി എസ് ഉണ്ടായിരുന്നത്, ഏണിംഗ് പെർ ഷെയർ ഉണ്ടായിരുന്നത്. ദെൻ അഡീഷണൽ ആയിട്ട് 1,00,000 ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് കമ്പനീൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, മീൻസ് ഇ പി എസിൽ 4 കുറഞ്ഞിട്ടുണ്ട്. അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടായാൽ ഇ പി എസിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടായാൽ കമ്പനീൻ്റെ റിസോഴ്സിലും അത് കൂടാനോ കുറയാനോ സാധ്യത ഉണ്ട്. അഥവാ അഡീഷണൽ ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനീൻ്റെ എന്തുണ്ടാവും, കമ്പനീൻ്റെ റിസോഴ്സ് കൂടും. അഥവാ കമ്പനി ബൈബാക്കാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ കമ്പനീൻ്റെ റിസോഴ്സ് കുറയും ചെയ്യും. ഓക്കെ, അതൊക്കെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചേഞ്ചസ് ഇൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിത്തൗട്ട് കറസ്പോണ്ടിങ് ചേഞ്ചസ് ഇൻ റിസോഴ്സസ്. എന്താണ്, നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറുമ്പോൾ എന്താ പറഞ്ഞത്, റിസോഴ്സിൽ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ്. എന്നാലോ ചില സന്ദർഭങ്ങളിൽ എന്തുണ്ടാവും, ഷെയറിൻ്റെ നമ്പർ കൂടും, എന്നാലോ റിസോഴ്സിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സന്ദർഭങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ബോണസ് ഇഷ്യൂവിൻ്റെ സമയത്ത്, മറ്റൊന്ന് എന്താണ് ഷെയർ സ്പ്ലിറ്റിൻ്റെ സമയത്ത്, മറ്റൊന്ന് റിവേഴ്സിൻ്റെ ഷെയർ സ്പ്ലിറ്റിൻ്റെ സമയത്ത്. ഈ സമയങ്ങളിലൊക്കെ എന്താണ് ഉണ്ടാകുന്നത്, ഷെയറിൻ്റെ എണ്ണം കൂടുന്നുള്ളൂ, കമ്പനീൻ്റെ അല്ലെങ്കിൽ റിസോഴ്സിൽ മാറ്റമൊന്നും വരുന്നില്ല. ആ സമയങ്ങളിൽ എങ്ങനെയാണ് ഇ പി എസിൽ ബാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇൻ കേസ് ഓഫ് ബോണസ് ഇഷ്യൂ or share split, share or issued to existing shareholders without any consideration. ഒരു കൺസിഡറേഷനും വാങ്ങാതെ എക്സിസ്റ്റിംഗ് ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ സ്പ്ലിറ്റ് നടത്തുക, അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ നടത്തിയാൽ ഓക്കെ, ദ എഫക്റ്റ് ഈസ്, അതിൻ്റെ ഫലം എന്താണ്, ദ നമ്പർ ഓഫ് ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ഈസ് ഇൻക്രീസ്ഡ്. എന്താണ്, കമ്പനീൻ്റെ ഷെയറിൻ്റെ എണ്ണം ഇങ്ങനെ കൂടും, എന്നാലോ വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ റിസോഴ്സിൽ ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, റിസോഴ്സിൽ മാറ്റമൊന്നുമില്ലാതെ ഷെയറിൻ്റെ എണ്ണം ഇങ്ങനെ കൂടും. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് ഫോർ ദി ഇയർ 2020 2,25,000. 2020 ആ കമ്പനീൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, 2,25,000 രൂപയാണ്. ദെൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് അണ്ടിൽ 30 സെപ്റ്റംബർ 2020 ഈസ് 60,000 ഷെയർസ്. 2020 സെപ്റ്റംബർ 30 വരെ ആ കമ്പനീൻ്റെ എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ, 60,000 ഷെയറാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 60,000 ഇക്വിറ്റി ഷെയറാണ് ഉണ്ടായിരുന്നത്. ദെൻ ഒക്ടോബർ 1 എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി ഓരോ 4 ഷെയറിനും 1 ഷെയർ വീതം എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി ബോണസ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനീൻ്റെ ഇ പി എസ് അല്ലെങ്കിൽ നമ്മളോട് ബേസിക് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ബോണസ് ഇഷ്യൂവിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഷെയർ സ്പ്ലിറ്റിൻ്റെ സമയത്തോ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ, നമ്മൾ അത്തരം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പരിഗണിക്കണം, ഒരു കൺസിഡറേഷനും ഇല്ലാതെയാണ് കമ്പനി ഇഷ്യൂ ചെയ്യണത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇഷ്യൂ ചെയ്യുന്നത് ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിലാണ് എന്നതായിട്ട് പരിഗണിക്കണം. ഓക്കെ, വെയിറ്റ് നമ്മൾ നോക്കേണ്ടതില്ല. ഓക്കെ, നമ്മൾ വെയിറ്റഡ് ഷെയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. സോ എന്താണ്, നമ്മൾ ആ ഒരു ട്രീറ്റഡ് ഈഫ് ഇറ്റ് ഹാഡ് ഒക്കേർഡ് പ്രിയർ ടു ദി ബിഗിനിങ്. ഓക്കെ, ആ ബിഗിനിങ്ങിലാണ് നടത്തിയത് എന്നുള്ളത് നമ്മൾ പരിഗണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തത് 2020 ആദ്യത്തിൽ തന്നെ ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ പരിഗണിക്കുക. ഓക്കെ, ദെൻ കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഫോർ ദി ഇയർ എൻഡിങ് 2020. 2020 അവസാനത്തിൽ ആ കമ്പനീൻ്റെ ടോട്ടൽ ഷെയർ എത്ര ഉണ്ടെന്നാണ് നോക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഷെയർ അണ്ടിൽ 30 സെപ്റ്റംബർ 2020. ഓക്കെ, സെപ്റ്റംബർ 30 വരെ ആ കമ്പനിയിൽ എത്ര ഷെയർ ഉണ്ടായിരുന്നത്, 60 ഷെയർ 60,000 ഷെയർ. ദെൻ അതിൻ്റെ ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി ഓരോ 4 ഷെയറിനും 1 ഷെയർ വീതം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് എത്രയാണ്, 60,000 ഇൻറ്റു 1/4 15,000. സോ കമ്പനിയിൽ എത്ര ഷെയറാണുള്ളത്, 75,000 ഷെയർ. കാരണം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതില്ല, കാരണം ആ 2020 ആദ്യത്തിൽ തന്നെ ബോണസ് ഇഷ്യൂ ചെയ്തതായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം വിത്തൗട്ട് എനി കൺസിഡറേഷൻ ആയതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ബോണസ് ഷെയർ ആർ വിത്തൗട്ട് എനി എന്താണ്, ഒരു കൺസിഡറേഷനും ഇല്ല, അതുകൊണ്ട് നമ്മളത് തുടക്കത്തിൽ തന്നെ ഇഷ്യൂ ചെയ്തതായിട്ട് പരിഗണിക്കണം. ഓക്കെ, അപ്പം 75,000 ഷെയറാണ് കമ്പനിയിലുള്ളത്. സോ നമ്മളെന്ത് ചെയ്യാം,
എത്രയാണ് പ്രോഫിറ്റ്? 2,25,000 ഡിവൈഡഡ് ബൈ 75,000 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3 ഏണിംഗ് പെർ ഷെയർ കിട്ടുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് ഒരു കാര്യം നോക്കാനുള്ളത് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. എന്താണ് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് കൺസോൾട്ടേഷൻ ഓഫ് ഷെയർസ് ആണ്. എന്താണ് ഷെയർ ഒരുമിച്ച് കൂട്ടുക, മീൻസ് ഷെയർ യോജിപ്പിക്കുകയാണ് ചെയ്യണത്. എങ്ങനെ? ദി നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഈസ് റെഡ്യൂസ്ഡ് വിത്തൗട്ട് കറസ്പോണ്ടിങ് റിഡക്ഷൻ ഇൻ റിസോഴ്സിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, എന്നാലോ ഷെയറിൻ്റെ നമ്പർ ആണ് എന്ത് ചെയ്യണത്? കുറയണത്. ഓക്കെ, അതിനെയാണ് എന്ത് പറഞ്ഞത്? റിവേഴ്സ് ഷെയർ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. എന്താണ്? കൺസോൾട്ടേറ്റ് ദി നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഓഫ് സ്റ്റോക്ക് ഹെൽഡ് ബൈ എ ഷെയർ. ഒരു ഷെയർ ഹോൾഡർ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെ കൺസോൾട്ടേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ്? ഇൻറ്റു ഫ്യൂവർ, കുറച്ച് നമ്പറാക്കിയിട്ട്. ഓക്കെ, കുറച്ച് നമ്പറായിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, എന്നാൽ പ്രൊപ്പോർഷണലി മോർ വാല്യബിൾ, അതെന്തായിരിക്കും കൂടുതൽ വാല്യബിൾ ആകും എന്നുള്ളത്. ഒരു കമ്പനിക്ക് 1000 ഷെയറാണുള്ളത് എന്ന് വിചാരിക്കുക. 1000 ഷെയർ ആണെന്നുണ്ടെങ്കിൽ അതിന് 10 രൂപ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 10,000 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഒരു ക്യാപിറ്റൽ എന്ന് കൂട്ടുക. ഓക്കെ, എന്നാൽ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? റിവേഴ്സ് സ്പ്ലിറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി 1000 ഷെയർ ഉള്ളിടത്ത് 100 ഷെയർ ആക്കിയിട്ട് ആണ് വെട്ടി ചുരുക്കി എന്നിട്ട് ഒരു ഷെയറിന് 100 വില ഇട്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീസോഴ്സിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. സോ എന്താണ്? റീസോഴ്സൊക്കെ 10,000 തന്നെയാണ്. പക്ഷേ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? കമ്പനീൻ്റെ ഷെയറിൻ്റെ എണ്ണം കുറഞ്ഞ 1000 ഷെയർ ഉള്ളിടത്ത് ഇവിടെ 100 ഷെയർ ആയിട്ടുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ളതിനെയാണ് എന്ത് പറഞ്ഞത്? നമ്മൾ ഷെയറിൻ്റെ എണ്ണം കുറക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാലോ റിസോഴ്സിൽ മാറ്റുന്നുണ്ടല്ലോ, അപ്പോഴും 10,000 ഇപ്പോഴും 10,000 ആണ്. ഓക്കെ, ഷെയറിൻ്റെ പ്രൈസ് ഇവിടെ ഒരു ഷെയറിന് പകരം ഇവിടെ 10 ഷെയർ ഒറ്റ ഷെയർ ആക്കിയിട്ട് ഇവിടെ ചുരുക്കിയതാണുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ 100 ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്.